നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖല ഇപ്പോൾ യുദ്ധഭീതിയിലാണ്. ഇനിയും ഒരു യുദ്ധം വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ മനുഷ്യരും. കഴിഞ്ഞുപോയ യുദ്ധങ്ങളുടെ ബാക്കിപത്രം സമ്മാനിച്ച വേദനയുടെ ആഴം ഇനിയും ആവർത്തിക്കരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്നവർ. മധ്യേഷ്യയിൽ നിലനിൽക്കുന്ന ഈ യുദ്ധഭീതിക്കെതിരെ ഖത്തർ അമീർ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മേഖലയിലെ സമാധാനം തിരികെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. അമേരിക്ക, ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിമാരുമായി ഖത്തർ വിദേശകാര്യമന്ത്രിയും ചർച്ച നടത്തി. അമേരിക്കൻ വ്യോമാക്രമണത്തിൽ ഇറാൻ സൈനിക തലവൻ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിന് പിന്നാലെയുണ്ടായ യുദ്ധഭീതിക്കിടെയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ടെലിഫോൺ വഴി സംസാരിച്ച ഇരുവരും മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ ചർച്ച ചെയ്തതായി ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഖത്തർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി അമേരിക്കൻ വിദേശകാര്യമന്ത്രി മൈക്ക് പോംപിയോയുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഇറാൻ സൈനിക തലവന്റെ മരണത്തിന് പിന്നാലെ മേഖലയിൽ രൂപപ്പെട്ട യുദ്ധഭീതി ഇല്ലാതാക്കാൻ സാധ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇരുവരും പ്രധാനമായും ചർച്ച ചെയ്തത്. തുർക്കി വിദേശകാര്യമന്ത്രി മൗലൂദ് ജാവിഷ്ലോവുമായും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയുമായും ഖത്തർ വിദേശകാര്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. അതിനിടെ ഇറാഖിലെ മൊസൂളിൽ 2 പോലീസുകാർ മരിക്കാനിടയായ ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിച്ചു. എന്ത് കാരണങ്ങളുടെ പേരിലായാലും അക്രമ പ്രവർത്തനങ്ങളെയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും ഖത്തർ എക്കാലത്തും ശക്തമായി നിലകൊള്ളുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതിനിടെ ഇറാൻ സൈനിക ജനറൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഉണ്ടായ അസ്വാരസ്യം കൂടുതൽ വഷളാകാതിരിക്കാൻ സമാധാനം പാലിക്കണമെന്ന് സൗദി വിദേശകാര്യമന്ത്രി പറഞ്ഞു. നിലവിലെ സാഹചര്യം കലുഷിതമാണ്. ഇത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇതിനാൽ എല്ലാ വിഭാഗവും ജാഗ്രത പാലിക്കണമെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ കൂട്ടിച്ചേർത്തു. US കേന്ദ്രങ്ങൾക്കു നേരെ ഇനിയൊരു ആക്രമണം നടന്നാൽ നൂതന ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇറാനിലെ 52 കേന്ദ്രങ്ങൾ തങ്ങൾ ഇതിനകം ലക്ഷ്യമിട്ട് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇറാനാകട്ടെ യുദ്ധത്തിന് തയ്യാറാണെന്ന് കാണിക്കുന്ന ചുവന്ന പതാക ഉയർത്തിക്കഴിഞ്ഞു. US-ന്റെ 35 കേന്ദ്രങ്ങൾ തങ്ങളുടെ മിസൈലുകൾ ലക്ഷ്യമിടുന്നതായും അവർ പ്രഖ്യാപിച്ചതോടെ യുദ്ധപ്രഖ്യാപനം നടന്ന പ്രതീതിയിലാണ് പശ്ചിമേഷ്യ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.